നമസ്കാരം, ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കറിയാം, ഗ്രാൻഡ് ഫിനാലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 7. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ആര് കപ്പ് തൂക്കും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവം. എന്ന് വെച്ചാൽ ഇപ്രാവശ്യം 2 ആൾക്കാരാണ്. എല്ലാ പ്രാവശ്യവും നമുക്കറിയാം ആരെങ്കിലും ഒരാൾ ആദ്യം തന്നെ ബിഗ് ബോസിൽ കപ്പ് തൂക്കും എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അഖിൽ മാറാറായതിന് മുമ്പ് ജിൻഡോ, അങ്ങനെ ഓരോ വ്യക്തികളെ നമുക്ക് മുമ്പ് തന്നെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം തികച്ചും വ്യത്യസ്തമായി 2 പേരാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. അനുമോൾ ആൻഡ് അനീഷ്. ആരുടെ വായിലും ഏത് സോഷ്യൽ മീഡിയയിൽ കേട്ടാലും അനുമോൾ പിന്നെ അനീഷാണ് എല്ലാവരുടെ മനസ്സിലുള്ള ഇപ്രാവശ്യത്തെ വിന്നർ. അപ്പോൾ അനീഷിന് ഒരു കോമണർ എന്ന രീതിയിൽ ഒരുപാട് കുടുംബ പ്രേക്ഷകരെ ഒരു സപ്പോർട്ട് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അനുമോൾക്കും അതേപോലെ തന്നെ സീരിയൽ നടിയാണ്, അപ്പോൾ കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് എന്ന രീതിയിൽ ആദ്യം തന്നെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് PR ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. അതൊക്കെ സത്യമാണോ അല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ തന്നെ പിന്നെ അതിനെ മാറ്റി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏതാണ് സത്യം ഏതാണ് കളവെന്നൊന്നും പറയാൻ പറ്റില്ല. എന്ത് തന്നെ ആൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ അനുമോളെ തകർക്കാം, അനീഷിനെ എങ്ങനെ ഇപ്പോൾ ബിഗ് ബോസിൽ പലർക്കും വന്ന ഓരോ വ്യക്തികൾക്കും അനുമോളുടെ പേഴ്സണൽ ഒരു ചൊടിയുണ്ട്. അവൾ കുലസ്ത്രീ ചമയുകയാണ്, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷിനെ എങ്ങനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ടാർഗറ്റ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഫിനാല വീക്ക് ആയതുകൊണ്ട് പഴയ ആൾക്കാരൊക്കെ വീണ്ടും ഇതിലേക്ക് ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട്. ആ ബിഗ് ബോസിലേക്ക് വന്നിട്ട് അനുമോളെ എങ്ങനെ തകർക്കാം, അനുമോളുടെ കള്ളത്തരം ഒക്കെ എങ്ങനെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാം എന്നുള്ളതാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ടാർഗറ്റൊക്കെ പൊളിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രേക്ഷകർ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം അനീഷിന് ഈ വോട്ട് പട്ടനെ കുതിച്ചു വരാൻ കാരണം അനീഷിനെ ബിഗ് ബോസിലുള്ള ഓരോ വ്യക്തികളും ഒറ്റപ്പെടുത്തി. ആ സമയത്താണ് ബിഗ് ബോസിലുള്ള അനീഷിന് ഒരുപാട് വോട്ടിങ്ങും പ്രേക്ഷക പിന്തുണ കിട്ടാൻ തുടങ്ങിയത്. ഇപ്പോൾ സെയിം പിച്ച് അനുമോള എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു. അപ്പോൾ അനുമോളെ ഒറ്റപ്പെടുത്തുമ്പോൾ അനുമോൾക്ക് വോട്ട് കുറയും എന്നുള്ളതാണ് ഇതിലുള്ള ഓരോ വ്യക്തികൾ വിചാരിക്കുന്നത്. പക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് വോട്ടുകൾ കൂടുന്നതാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, പല പ്രാവശ്യം അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് വീക്ക് ഇപ്പോൾ നിവിനെ തന്നെ അറിയാം, എല്ലാവരും ഒറ്റപ്പെടുത്തി. ആ ഒരു വീക്ക് ഓന് ചെയ്തതും അതുപോലെ തന്നെ ആയിരുന്നു. എന്നാലും അതിൻ്റെ പിന്നത്തേച്ച് ഓന് നല്ല വോട്ടിങ് കിട്ടാൻ തുടങ്ങി. കാരണം ഓൻ കുറച്ച് സൈലൻ്റായി എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, ആകെ സങ്കടത്തോടെയായി. അപ്പം പ്രേക്ഷകർ പിന്തുണക്കാൻ തുടങ്ങി. അപ്പോൾ അതുപോലെയാണ് അനുമോൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനീഷ് ഒന്നാമതുണ്ട്. അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ഒന്നാമത് അനീഷ്, രണ്ടാമത് അനുമോൾ എന്ന രീതിയിലാണുള്ളത്. പക്ഷേ ഇത് മറയാൻ സാധ്യതയുണ്ട്. ഇന്നും കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉണ്ട് അനുമോളെ. അപ്പോൾ ഇനിയും ഒരുപാട് ടാർഗറ്റ് ചെയ്തിട്ട് അവൾ ഒരുപാട് ഒറ്റപ്പെട്ടാൽ വീണ്ടും വോട്ടിംഗ് കുതിച്ചു വരും, അനുമോൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ അനീഷായിരിക്കും ഇതിൻ്റെ വിന്നർ. കാരണം അനീഷിനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. പക്ഷേ ഇവർ കാരണം അനുമോൾ വിജയിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലവിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രാൻഡ് ഫിനാലിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യും. ഫിനാലക്ക് 2 ദിവസം മുന്നേ ഒരു വീഡിയോ കൂടി ചെയ്യും. അതോടുകൂടി നമ്മളെ ബിഗ് ബോസ് അപ്ഡേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പുതിയ ഏതെങ്കിലും അപ്ഡേഷനുമായിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.